എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് കൺമണി മാനസികയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ മൈലാഞ്ചി കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. എന്നാൽ അത് കണ്ട് മാനസിക സന്തോഷമാവുകയാണ്. നിന്റെ കല്യാണം ഞാൻ ശരിയാക്കി തരുന്നുണ്ടടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാനസികയുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന വരുണാണ്. വരുൺ അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാനസിയെ പോയി കാണുകയാണ്. തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് അമ്പടി കള്ളി, അപ്പോൾ എന്നെ ജയിലിൽ നിന്ന് ഇറക്കിയത് നീയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് നീ എന്നെ ജയിലിൽ നിന്ന് ഇറക്കിയത്? ഇനിയും എനിക്ക് തല്ലുവാങ്ങി തരാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാനസിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ്. എടാ വൃത്തികെട്ടവനെ, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തടാ? ജയിലിൽ കിടക്കുന്ന നിന്നെ ഞാൻ പുറത്തിറക്കിയതല്ലേ, എന്നിട്ട് അതിന്റെ വല്ല നന്ദി നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന വരുൺ, എനിക്ക് ജയിലിലെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു മാനസ, എനിക്ക് വയ്യ, നിന്റെ പിന്നാലെ നടന്ന് തല്ലു വാങ്ങാൻ എനിക്ക് വയ്യ എന്ന് പറയുകയാണ്. തുറന്ന മാനസ പിന്നെ വരുണോട്, ഞാൻ നിന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയതിന്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. നാളെ കൺമണിയുടെ വീട്ടിൽ വലിയൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. കൺമണിയുടെ മൈലാഞ്ചി കല്യാണമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ദേഷ്യം വരികയാണ്. തുടർന്ന് മാനസ, നീ അത് പോയിട്ട് അലങ്കോലമാക്കി കൺമണിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നാട് വിടണം, രക്ഷപ്പെടണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ് വരുൺ. തുറന്ന് വരുണാണ് പറയുന്നത്, അപ്പോൾ നാളെ കൺമണിയുടെ മൈലാഞ്ചി കല്യാണം അലങ്കോലമാക്കണം, അതിനുശേഷം കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഓടി രക്ഷപ്പെടണം, അതിനുശേഷം കൺമണിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, അതിന്റെ പിറ്റേന്ന് എൻ്റെ കൺമണിയുടെ ഹണിമൂൺ. എന്നാൽ അത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ്. മണ്ടൻ വിശ്വസിച്ചിരിക്കുകയാണ്. തുടർന്ന് മാനസ വീണ്ടും വരുണോട്, എന്തായാലും നീ പേടിക്കേണ്ട, എന്തായാലും ഇത്തവണ നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നിനക്ക് സഹായത്തിന് ഞാൻ വേറെ 2 ഗുണ്ടകളെയും കൂടി വെച്ച് തരാമെന്ന് പറയുമ്പോൾ വരുൺ പിന്നെ മാനസിയോട്, അതെന്തായാലും നന്നായി മാനസ, ഇനി അടി ഞാൻ ഒറ്റയ്ക്ക് കൊള്ളണ്ടല്ലോ, അടി ഷെയർ ചെയ്യാനും ആൾക്കാരായല്ലോ. തുടർന്ന് മാനസ പിന്നെ വരുണ് ധൈര്യം കൊടുക്കുകയാണ്. ഇത്തവണ നീ ഒന്നോർത്തും പേടിക്കേണ്ട, എല്ലാം എൻ്റെ പ്ലാനാണ്, അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുണ് ധൈര്യം കൊടുക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ആ പരിപാടിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കൺമണിയുടെ അമ്മായി ആ വീട് പെയിന്റ് അടിച്ച ബാക്കി പെയിന്റ് എടുത്ത് കൺമണിയുടെ മുഖത്തടിച്ച് കൺമണിയെ വെളുപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ധനലക്ഷ്മിയുടെ. അങ്ങനെ അവരിങ്ങനെ കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷും ആ പരിപാടിക്ക് പോകുന്നതിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. തുറന്ന് കൃപ വന്നിട്ട് കൃഷ്ണ കളിയാക്കുകയാണ്. ഇതെങ്ങോട്ടാണ് ചേട്ടാ ഇത്രമാത്രം ഒരുങ്ങുന്നത്? ഇന്ന് ചേട്ടന്റെ കല്യാണമൊന്നുമല്ല, അവിടെ നടക്കുന്നത് ഒരു മൈലാഞ്ചി കല്യാണം മാത്രമാണ്, അല്ലാതെ താലികെട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കുറെ വാരുകയാണ്. തുറന്ന് കൃപ കൃഷ്ണയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സാഗർ മണവാളിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. തുറന്ന് കൃഷും കൃപയെ അച്ഛനെ കളിയാക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. തുറന്ന് സുജാതയോട് പിന്നെ കൃഷ്, അമ്മയെ അച്ഛനെ ഒന്ന് സൂക്ഷിക്കണേ എന്ന് പറയുകയാണ്. ആ ഫംഗ്ഷന്റെ ഇടയിൽ വേറെ സുന്ദരിമാരൊക്കെ കാണുമെന്ന് പറയുകയാണ്. അച്ഛൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഏതാണ്ട് കല്യാണച്ചക്കനെ പോലെയാണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ്. ആന്റിയമ്മ ആ പരിപാടിക്ക് പോകുന്നില്ല. ആന്റിയമ്മ സാധാ വേഷത്തിൽ നിൽക്കുന്നത് കണ്ട് സാഗർ, ആന്റിയമ്മ എന്താണ് ഒരുങ്ങാത്തത്, ആന്റിയമ്മ ഞങ്ങൾക്കൊപ്പം വരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ ദേഷ്യം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് പിന്നെ സാഗറിനോട്, അല്ലെങ്കിലും കല്യാണത്തലേന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, ആന്റിയമ്മയ്ക്ക് ഈ മോനൂട്ടന്റെ സന്തോഷം കാണണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ, ഞാൻ നിന്റെ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ടുള്ള സന്തോഷം തൽക്കാലം നിനക്ക് വേണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് കൃപ ആന്റിയമ്മയെ ഒന്ന് കളിയാക്കിക്കൊണ്ട്, എങ്കിൽ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാം ആന്റിയമ്മ, ആന്റിയമ്മ ഈ വീട്ടിൽ കാവലുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയാണെന്നാൽ ഈ സമയത്ത് ആന്റിയമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇവർക്ക് എന്താണ് പറഞ്ഞിട്ടും മനസ്സിലാകാത്തത്, എന്തിനാണ് ആ വൃത്തികെട്ട കൺമണിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഇവർ വാശി പിടിക്കുന്നത്? ഇത് ചിന്തിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറും കുടുംബവും ശ്രീനിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, കൺമണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവര് വീടിന്റെ പുറത്ത് വെച്ച് തന്നെ ശ്രീനി സ്വീകരിക്കുകയാണ്. തുറന്ന് ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോജ് വരികയാണ്. ഈ സമയത്ത് സാഗർ ശ്രീനിയോടും മനോജിനോട് ചെറിയ തമാശകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൈപിടിച്ച് വീട്ടിലേക്ക് കയറാൻ നേരം അങ്കിൾ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മറ്റൊരാള് വരികയാണ്. മാനസിയാണ് വരുന്നത്. മാനസിയെ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട്, ഇവളെ ആരെങ്കിലും കല്യാണം വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്, മാനസിയെ കൺമണിയാണ് കല്യാണം വിളിച്ചതെന്ന് പറയുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട്, സാഗർ മാനസിയുടെ മുഖം കറുപ്പിച്ച് ഒന്നും തന്നെ പറയണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് കൃപ, ഞാൻ കൺമണിയുടെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ മാനസ കൃപയെ വിളിക്കുകയാണ്. കൃപ, കൺമണിയുടെ അടുത്തേക്ക് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൃപയ്ക്കൊപ്പം മാനസി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃപയും മാനസിയും കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഗോകുലുണ്ട്. തുടർന്ന് കൺമണിയെ ആ ഫംഗ്ഷന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. തുടർന്ന് കൃപ പിന്നെ കൺമണിയെ കളിയാക്കുകയാണ്. എന്തിനാണ് കൺമണി ഇതിനും മാത്രം മേക്കപ്പ് എല്ലാം ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്.
കൺമണിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ഗോകുൽ പിന്നെ കൃപയോടെ എന്റെ അപ്പ അങ്ങനെയാണ്, എന്റെ അപ്പയ്ക്ക് മേക്കപ്പ് ഇല്ലെങ്കിലും എന്റെ അപ്പ സുന്ദരിയാണെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ഗോകുലെ. എന്നാൽ അത് കേട്ട് ഗോകുൽ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, അപ്പ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മേക്കപ്പ് ഞാൻ തുടച്ചു കളയാമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി അയ്യോ ഗോകുലെ ഡോണ്ടു നീ അതൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമാശ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തുറന്നു കാണിക്കുന്നത് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് മറ്റൊരു വണ്ടി വരികയാണ്. അലങ്കോലപ്പണിയുമായിട്ടുള്ള ഒരു വണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ വണ്ടിക്കകത്തുള്ളത് വരുണും ഗുണ്ടകളുമാണ്. വരുൺ ഒരു സിക്കിന്റെ വേഷം മാറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് മാനസ വരുണെ വിളിക്കുകയാണ്. തുറന്ന് വരുണോട് നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൺമണിയുടെ വീടെത്തി എന്ന് പറയുകയാണ്. തുറന്ന് മാനസ പിന്നെ വരുണോട് അയ്യോ വരുണെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറയുകയാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഫംഗ്ഷൻ അധികം പേരെയൊന്നും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നീ വല്ല കത്തിവേഷത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയുമെന്ന് പറയുകയാണ്. ഇവരെ പുറത്തു നിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഇവിടെ കണ്ടാൽ നമ്മുടെ സകല പ്ലാനും പൊളിയും, അതുകൊണ്ട് നീ പുറത്തിറങ്ങരുതെന്ന് പറയുകയാണ്. ആരുടെയും കണ്ണിൽ പെടാതെ നോക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുണാക്ക് കിളിപോയി പേടിച്ചു നിൽക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നിന്റെ പ്ലാൻ എല്ലാം ഇങ്ങനെയാ വരുമോ എന്ന്. തുറന്നു വരുൺ മറ്റു ഗുണ്ടകൾക്കൊപ്പം ആരും കാണാതെ ഒളിച്ചും പാത്തും വീടിന്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കള്ളനും പോലീസും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വരുണും ഗുണ്ടകളും. തുറന്നു കാണിക്കുന്ന കൃപ വന്ന് കൺമണിയുമായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വീണ്ടും വലിഞ്ഞു കയറി വരികയാണ്. തുറന്ന് കൺമണിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ശരിക്കിട്ട് കൊടുക്കുകയാണ്. വെറുതെ ഒരു ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മാനസയും കൃപയും. തുറന്ന് കാണിക്കുന്ന സാഗറാണ്. സാഗറും ശ്രീനിയും വീടിന്റെ പുറത്തിറങ്ങി സംസാരിക്കുകയാണ്. ഓരോരോ സെന്റിമെന്റ്സ് പറഞ്ഞ് രണ്ടുപേരും ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഒരാവശ്യമില്ല. തുറന്നു കാണിക്കുന്നത് കൃപയും സുജാതയുമാണ്. കൃപയും സുജാതയും കൺമണിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. കല്യാണത്തിന് ശേഷം കൺമണി എനിക്ക് എന്റെ മകളായിരിക്കുമെന്ന് പറയുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് കൃപ പിന്നെ അമ്മയെ കളിയാക്കുകയാണ്. അമ്മയുടെ മകൾ തൽക്കാലം ഇപ്പോൾ ഞാനാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മ കൺമണിയെ മകളായിട്ട് സ്വീകരിച്ചാൽ മതി. അതുവരെ കൺമണി അമ്മയുടെ മരുമകളായിരിക്കും. എനിക്ക് നാത്തുമ്പോരെ അടിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തമാശ പറഞ്ഞ് നിൽക്കുകയാണ് കൃപ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.